നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് വളരെ വിശേഷമുള്ള ഒരു ദിവസമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇന്ന് പൈങ്കുനി ഉത്രമാണ്. പങ്കുനി ഉത്രം എന്നും പൈങ്കുനി ഉത്രം എന്നും പറയാറുണ്ട് കേട്ടോ. മീനമാസത്തിലെ പൗർണമി തിഥിയിലെ ഉത്രം നക്ഷത്രം അയ്യപ്പന് പിറന്നാളാണ്. അപ്പോൾ പിറന്നാളിൻ്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്ന് എൻ്റെ ഗുരുനാഥയുടെയും പിറന്നാളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഗുരുനാഥയ്ക്ക് വേണ്ടിയിട്ടും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക, അതും കൂടെ പറയാനായിട്ടുണ്ട്. അപ്പോൾ നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് എല്ലാം കൊണ്ടും. അപ്പോൾ പൈങ്കുനി ഉത്രത്തിന് അയ്യപ്പൻ്റെ മാത്രമല്ല കേട്ടോ പ്രധാനം. ഇപ്പോൾ ശബരിമലയിലൊക്കെ നാറാട്ടാണ്, വിശേഷാൽ പൂജകളൊക്കെ അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുരുകനും വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. തമിഴ്നാട്ടിലെ മുരുകൻ ക്ഷേത്രങ്ങളിലെ എല്ലായിടത്തും വളരെ കാര്യമായിട്ട് ആഘോഷിക്കുന്ന ഇതേപോലെ വിശേഷാൽ പൂജകളൊക്കെ നടത്തുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. മുരുകൻ്റെ വിവാഹം നടന്ന ദിവസമായിട്ടാണ് പറയണത്. മുരുകൻ്റെ മാത്രമല്ല, ദേവവിവാഹങ്ങൾ പലതും നടന്നതായിട്ട് പറയുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഒരു ഉത്രത്തിന്. അതായത് ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും വിവാഹം, ലക്ഷ്മണൻ്റെയും ഊർമിളയുടെയും വിവാഹം, ഭരതൻ്റെയും മാണ്ഡവിയുടെയും വിവാഹം, ശത്രുഘ്നൻ്റെയും ശുഭകീർത്തിയുടെയും വിവാഹം. പിന്നെ അതുകൂടാതെ മന്മഥനെ, കാമദേവനെ പുനർജീവിപ്പിച്ച ഒരു ദിവസം കൂടിയാണ്. കാരണം മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്ന് ഭസ്മമായി പോയിട്ടുള്ള ആ ഒരു മന്മഥൻ, ആ ഒരു വിയോഗത്തിലെ രതിദേവി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അങ്ങനെ തപസ്സൊക്കെ ചെയ്ത് പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് പുനർജീവിപ്പിച്ചുല്ലോ. ആ ഒരു ദിവസം കൂടിയായിട്ട് പറയാറുണ്ട് കേട്ടോ. അതുകൂടാതെ മധുര മീനാക്ഷി ദേവിയെ, അതായത് ത്രിപുര സുന്ദരിയായിട്ടിരിക്കുന്ന മഹാത്രിപുര സുന്ദരിയായിട്ടിരിക്കുന്ന പാർവതി ദേവിയെ മഹാദേവൻ, സുന്ദരേശൻ എന്നാണ് പറയണത്. ആ സുന്ദരേശൻ എന്നുള്ള വാക്കിൽ തന്നെ ആ ഒരു സൗന്ദര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കണം. മഹാത്രിപുര സുന്ദരി എന്ന് പറയുമ്പോൾ തന്നെ അത്രയും സൗന്ദര്യവതിയായിട്ടുള്ള പാർവതി ദേവിയെ കാണാനായിട്ട് സാധിക്കണം. അവരുടെ വിവാഹം നടന്നിട്ടുള്ള ദിവസം കൂടിയാണെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇനിയും കുറേ വിശേഷങ്ങൾ പറയാറുണ്ട്. അത്രയധികം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമാണെന്ന് പറയാറുണ്ട് കേട്ടോ. വഴിപാടുകളൊക്കെ ചെയ്യുക, ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലെ ശനിദോഷം മാറാനായിട്ട് ഈ എള്ളു പായസമൊക്കെ നേരിക്കാം. അതുപോലെ തന്നെ നീരാഞ്ജനം, എള്ളുതിരി കത്തിക്കാം. ഈ കറുപ്പ് നീല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു പോകാം. പിന്നെ അതുകൂടാതെ ഇപ്പം വിവാഹങ്ങളൊക്കെ നടന്ന ദിവസം ആയതുകൊണ്ട് തന്നെ വിവാഹങ്ങൾ മുടങ്ങുന്ന ആളുകളുണ്ടായിരിക്കുമല്ലോ, നല്ലൊരു വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടായിരിക്കും. അപ്പം അവർക്കൊക്കെ ഈ ഒരു ദിവസം വ്രതമെടുക്കുന്നവരുണ്ട് കേട്ടോ. ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അടുത്ത പങ്കുനി ഉത്രത്തിന് മുൻപായിട്ട് വിവാഹം നടക്കുന്നൊക്കെയാണ് പറയുക. അപ്പം അത്രയും അനുഗ്രഹമുള്ള ഒരു ദിവസമാണ്. വിവാഹിതരായവർക്കും ഇതേപോലെ തന്നെ മംഗല്യ സൗഭാഗ്യം ലഭിച്ചവർക്കും നല്ലൊരു കുടുംബജീവിതം നയിക്കാനായിട്ട്, നല്ല ഐശ്വര്യം ഉണ്ടാകാനായിട്ട്, എന്താ പറയുക, ദാമ്പത്യ സൗഖ്യം ഉണ്ടാകാനൊക്കെ ആയിട്ട് ദമ്പതികളായിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നത്, ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒരുമിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഈ ഒരു ദിവസം ഇപ്പോൾ മഹാദേവ ക്ഷേത്രത്തിന് ഉപദേവതയായിട്ട് അയ്യപ്പനും മുരുകനും ഒക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ ഒക്കെ പോകുക, വേണ്ട സാധിക്കുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം പറയാനായിട്ടുള്ളത് പങ്കുനി ഉത്രത്തിന്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരങ്ങൾ, ഭഗവതിയമ്മയുടെ അയ്യപ്പൻ്റെ ഗണപതിയുടെ ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഒരു കഥയും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള സമ്പത്തും സമൃദ്ധിയും ഒക്കെ നമുക്ക് ഉണ്ടാകും എന്ന് പറയുന്ന ഒരു കഥയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ഭഗവാന്റെ അലങ്കാരം ചതുർബാഹുവായിട്ട് നിൽക്കുന്ന ഗുരുവായൂരപ്പനായിട്ടായിരുന്നു കേട്ടോ. 4 തൃക്കൈകളിലും ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട് കിരീടമൊക്കെ അണിഞ്ഞ് ചുവന്ന കസവിൻ്റെ പട്ടൊക്കെ ചുറ്റിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനുള്ള ആ ഒരു ഭാവത്തോട് കൂടിയിട്ട് പൊന്നും കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലായിട്ട് തെച്ചിപ്പൂക്കൾ കൊണ്ട് ഒരു തിരുമുടി മാലയുണ്ട്. പിന്നെ 2 ഉണ്ടമാലകളാണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് മുഴുവനായിട്ട് നല്ല തൂവെള്ള നിറത്തിൽ നന്ദ്യാർവട്ട പൂക്കൾ കൊണ്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു. പിന്നെ ഒരു ഉണ്ടമാലയിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, താമരയുണ്ട്. നല്ല ഒരു പിങ്ക് നിറത്തിലുള്ള ഒരു താമരയാണ്. അതിങ്ങനെ ഇടകലർന്ന് കുറത്തിട്ടായിരുന്നു വേറൊരു ഉണ്ടമാല ഉണ്ടായിരുന്നു കേട്ടോ. ഭഗവാനെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഗോപി തിലകുണ്ട്, കാതുകളിലും തിലകാണ് കേട്ടോ ഇന്നലെ വെച്ചിരിക്കുന്നത്. പിന്നെ കഴുത്തിലുണ്ട് ആ വളയം പോലത്തെ മാലയുടെ നടുക്കായിട്ട് ഒരു ഗോപി തിലകുണ്ട്. പിന്നെ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. 4 തൃക്കൈകളിലും ശംഖും ചക്രവും ഗദയും
പത്മൊക്കെയാണ്. അതിലെ പത്മം ഒരു താമരപ്പൂ പിടിച്ചിട്ടുണ്ട് കേട്ടോ, ഗത ചാർത്തിയിരിക്കുകയാണ്, ശംഖും ചക്രവും സ്വർണത്തിൻ്റെയാണ്. പിന്നെ അരയിൽ കിങ്ങിണി അതൊന്നും എനിക്ക് കണ്ടില്ല കേട്ടോ, കാരണം ഇന്നലെ ആ കസവിൻ്റെ ചുവന്ന പട്ടാണ്, അത് അര മുതൽ പാദം വരെ ഉണ്ടായിരുന്നു. അതിൻ്റെ അരികിലൊക്കെ കസവുള്ളത് കൊണ്ട് തന്നെ കിങ്ങിണി ഒന്നും വേറെ തിരിച്ച് കാണാനൊന്നും സാധിച്ചില്ല. അതുകൊണ്ട് കാൽക്കളിയും വ്യക്തമായിട്ട് കണ്ടില്ല കേട്ടോ, കാരണം ആ കസവാണ് അവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ടായിരുന്നത്. നല്ല ചുവന്ന പട്ടെടുത്തിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. മുഖമൊക്കെ ചിരിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് മുഴുവനായിട്ടുള്ളൊരു സന്തോഷമുണ്ടോ ഭഗവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ മേൽശാന്തി മാറ്റമാണ്, ഭഗവാന്റെ മേൽശാന്തി മാറിയിട്ട് പുതിയൊരു മേൽശാന്തി വരികയാണ്. അപ്പം എന്തായാലും ഭഗവാന് ചെറിയൊരു സങ്കടമുണ്ട്. പുതിയ മേൽശാന്തി വരുന്നതിലൊരു സന്തോഷമുണ്ട്. ഭഗവാൻ എല്ലായ്പ്പോഴും ഈ അമ്മ എന്നുള്ള ഭാവം എന്ന് പറയുന്നത് ഏത് മേൽശാന്തി വന്നാലും ഒന്ന് തന്നെയാണ്. പക്ഷെ ആ പോകുന്ന മേൽശാന്തിക്ക് ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ ആ ഭക്തന്റെ സങ്കടം ഭഗവാന്റെ മനസ്സിനും സങ്കടം ഉണ്ടാക്കും. അതുകൊണ്ട് ആ ചിരിയിൽ ഒരു കുഞ്ഞു ദുഃഖമില്ലേ എന്നും കൂടെ എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ മേൽശാന്തി മാറ്റമൊക്കെ ആയതുകൊണ്ടേ അവിടെ അദ്ദേഹത്തിൻ്റെ ചുമതലയിലാണ് എല്ലാം. ഭഗവാന്റെ ആഭരണങ്ങൾ, ഭഗവാന്റെ നീതി, ആ പാത്രങ്ങൾ, സ്വർണത്തിൻ്റെ വെള്ളിയുടെ പാത്രങ്ങൾ, സ്പൂണുകൾ പോലും. അപ്പോൾ അതൊക്കെ ആ കച്ചീട്ട് പ്രകാരം എഴുതി കൊടുക്കണമല്ലോ. അതായത് സ്ഥാനം ഒഴിയുന്ന സമയത്ത്, ചുമതല ഒഴിയുന്ന സമയത്ത്. അപ്പോൾ അവിടെ മേൽശാന്തി ഇരിക്കുന്നുണ്ടായിരുന്നു, പ്രവർത്തിക്കാരുണ്ടായിരുന്നു, ദേവസ്വം ജീവനക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ച കൂടെ ഇന്നലെ കാണാനായിട്ട് സാധിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മേൽശാന്തി മാറ്റത്തിൻ്റെ ചെറിയൊരു സങ്കടം ഭഗവാന്റെ മുഖത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ ഉണ്ടായിരിക്കും. തൻ്റെ അമ്മ അല്ലെങ്കിൽ തൻ്റെ ഒരു ഭക്തൻ പോകുകയാണല്ലോ. എന്നാലും നമ്മുടെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ടും കൂടെ ആ ഒരു പുഞ്ചിരി ഭഗവാന്റെ മുഖത്തുണ്ട്. അതും തീർച്ചയായിട്ടും ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെയൊക്കെ സംരക്ഷണത്തിനായി നിൽക്കുന്ന, നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന പൊന്നു ഗുരുവായൂരപ്പനായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. കുറേ ദിവസത്തിന് ശേഷം ചതുർബാഹുവായിട്ടുള്ള നാരായണനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. എപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു സമാധാനമാണ് ആ ഒരു രൂപത്തിൽ ഭഗവാനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുക. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ സംരക്ഷിക്കട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകട്ടെ. ചതുർബാഹുവായിട്ട് നിൽക്കുന്ന, നാരായണനായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ രൂപം എല്ലാവരും മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് കഥ പറയാട്ടോ. നാരായണീയത്തിലെ 18ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് എഴുതിയത്. അപ്പോൾ ആ അധ്യായത്തിൽ പറയുന്ന കഥയാണ് കേട്ടോ. പൃഥുചരിതമാണ് പറയുന്നത്. അത് വളരെ ചുരുക്കിയിട്ടൊന്ന് പറയാം. അങ്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിന് കുട്ടികളില്ല കേട്ടോ. അപ്പോൾ ആ ഒരു വിഷമത്തിൽ എന്ത് ചെയ്തു? പുത്രകാമേഷ്ടി യാഗം, കുട്ടികളില്ലാത്തവരായ യാഗമാണല്ലോ നടത്തുക. യാഗമൊക്കെ നടത്തി അതിൽ നിന്ന് പായസമൊക്കെ ലഭിക്കുമല്ലോ. അപ്പോൾ ഈ പായസം രാജ്ഞിക്ക് കുടിക്കാനായിട്ട് കൊടുത്തു. രാജ്ഞി അത് കുടിക്കുകയും ചെയ്തു. പക്ഷെ അത് കൊടുക്കുന്നതിന് മുൻപായിട്ടേ ഈ രാജാവ് അതൊന്ന് വാസനിച്ചു നോക്കി, ഒന്ന് മണത്ത് നോക്കൂല്ലോ. ചിലരങ്ങനെയാണ്, ഇതിൽ കഴിക്കാനായിട്ട് മുന്നേ അതൊന്ന് മണത്ത് നോക്കും. പക്ഷെ രാജ്ഞി ഗർഭിണിയൊക്കെ ആയി, കുഞ്ഞൊക്കെ ഉണ്ടായി, നല്ല സൗന്ദര്യമൊക്കെയുള്ള നല്ല മിടുക്കനായിട്ടുള്ള ഒരു കുഞ്ഞ്. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം സ്വഭാവം, ഈ കുട്ടിയുടെ സ്വഭാവം മഹാമോശമായിരുന്നു. അത് കുറുമ്പ് വികൃതി എന്നൊന്നും പറഞ്ഞാൽ നിൽക്കില്ല കേട്ടോ. എല്ലാവരെയും ദ്രോഹിക്കുക, അത്രയും ദുഷ്ടതയൊക്കെ ഉള്ള ഒരു സ്വഭാവമായിരുന്നു ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ ചെറിയ ജന്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഇഴഞ്ഞു പോണത്, ഉറുമ്പൊക്കെ ഇങ്ങനെ അരിച്ചു പോകുമല്ലോ, അതിനെയൊക്കെ ഇങ്ങനെ പിടിച്ചു കൊല്ലുക, അതിനെയൊക്കെ ചതച്ചരയ്ക്കുക, അങ്ങനെ ഒരു വിനോദം. അപ്പം ചെറിയ കുട്ടിയല്ലേ എന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷെ കുറച്ചങ്ങോട്ട് മുതിർന്നിട്ടും ഇതേപോലെ തന്നെയാണ്. കൂടെ കളിക്കാൻ വരുന്നവരെയൊക്കെ നന്നായിട്ട് ദ്രോഹിക്കും. അവരെ കുളത്തിലേക്കൊക്കെ തള്ളിയിടുക, കിണറ്റിലേക്കൊക്കെ തള്ളിയിടുക. അവർ മരിച്ചു പോകില്ലേ? അപ്പം എന്തൊരു ദ്രോഹ കുട്ടി ചെയ്യുന്നത്. അപ്പം ഇതെന്താ ഇങ്ങനെ ചെയ്യണേ, കൊല്ലണത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി എന്താ പറയണമെന്നറിയോ? അവരങ്ങനെ മരിക്കുന്നത് കാണുമ്പോൾ ഒരു സുഖം, ഒരു സന്തോഷം, അവരുടെ നിലവിളിയൊക്കെ കേൾക്കുമ്പോൾ എന്താ ഒരു സുഖം എനിക്ക് ലഭിക്കണമെന്ന് അറിയില്ല. ആ രീതിയിലായി സംസാരം. അതായത് എല്ലാവരെയും ദ്രോഹിക്കുക. രാജാവിൻ്റെ പുത്രനായത്, രാജകുമാരനായതുകൊണ്ട് തന്നെ ആരും കംപ്ലൈൻ്റ് ഒന്നും പറയാൻ വന്നില്ല. പക്ഷെ കുറേ ആയപ്പോൾ ആർക്കും സഹിക്കണില്ല. അങ്ങനെ പ്രജകളൊക്കെ വന്നിട്ട് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, രാജാവേ, എങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലും ഒരു പോംവഴി കാണണം എന്ന് പറഞ്ഞു. രാജാവിനാണെങ്കിലോ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് മനസ്സിലാവില്ല എന്ന് നല്ല നിശ്ചയമുണ്ട്. കാരണം കുറച്ച് കൂട്ടുകാരുണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനായിട്ട്. അങ്ങനെ ഒരു കൂട്ടുകാർ, ഒരു സംഘം ഉണ്ടാവില്ല, ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല, അവരും കൂടെ ഉണ്ട് വഷളാക്കാനായിട്ട്. അപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് രാജാവിന് മനസ്സിലായി. രാജാവ് തോറ്റു. എന്ത് ചെയ്തു? വേഗം തന്നെ ആരോടും പറയാതെ ആ രാജ്യത്ത് നിന്ന് ഇറങ്ങി കാട്ടിലേക്ക് പോയി തപസ് ചെയ്യാനായിട്ട്. എല്ലാം ഉപേക്ഷിച്ചു പോയി, തന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള രീതിയിൽ പോകുന്ന സമയത്ത് ഒരു കത്തും കൂടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണല്ലോ, ഒളിച്ചോടി പോകുന്നവർ ഒരു കത്ത് എഴുതി വെക്കും. അതിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാകണം. അതായത് അത്രയും മോശപ്പെട്ട ഒരു സ്വഭാവമുള്ള കുഞ്ഞുണ്ടായത് കൊണ്ടാണല്ലോ വൈരാഗ്യം തോന്നിയിട്ട് താൻ അവിടെ നിന്ന് നേരത്തെ തന്നെ തപസ് ചെയ്യാനായിട്ട് കാട്ടിലേക്ക് ഭഗവാനെ സേവിക്കാനായിട്ട് എനിക്ക് നേരത്തെ തന്നെ ഇറങ്ങാൻ സാധിച്ചത്. അതാണ് രാജാവ് ഉദ്ദേശിച്ചത് കേട്ടോ. അതുകൊണ്ട് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവണം എന്ന് എഴുതി വെച്ചിട്ടാണ് രാജാവ് പോയത്. രാജാവ് പോയപ്പോഴോ
രാജ്യം അനാഥായി. കാരണം രാജാവില്ല. അപ്പോൾ എന്തായി, പിന്നെ ഈ പ്രശ്നങ്ങൾ വരുമല്ലോ. അപ്പോൾ ഈ കുട്ടി കുറച്ച് മുതിർന്നു കേട്ടോ, രാജാവാക്കാൻ തീരുമാനിച്ചു. കുട്ടിയുടെ പേര് വേനൻ എന്നായിരുന്നു കേട്ടോ. രാജാവൊക്കെ ആയി. അപ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ ഭരണം കയ്യിൽ കിട്ടിയപ്പോൾ കൂടുതൽ വഷളായി. അപ്പോൾ ഒരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ കള്ളത്തരങ്ങൾ, ദുഷ്ടത്തരങ്ങളൊന്നും ബാക്കിയുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കള്ളത്തരങ്ങൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നല്ല ശിക്ഷയാണ് ലഭിക്കുക അവർക്ക് ഈ പുതിയ രാജാവിൻ്റെ അടുത്തുനിന്ന്. പക്ഷേ ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അങ്ങനെയായിരുന്നു. അപ്പോൾ രാജാവ് ഒരു നിയമം കൊണ്ടുവന്നു. ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞത് ഭഗവാനെ സേവിക്കുന്നവരായിരുന്നു, യാഗങ്ങൾ ഹോമങ്ങളൊക്കെ നടത്തുന്നവരായിരുന്നു. അതൊന്നും ചെയ്യാൻ പാടില്ല, ഭഗവത് സേവയൊന്നും ഇവിടെ പാടില്ല എന്ന് കർശനമായിട്ട് പറഞ്ഞു. അതായിരുന്നു ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു നിയമം. അപ്പോൾ എന്തായി, ഭൂമിദേവിക്ക് സങ്കടമായി. കാരണം എന്താണെന്ന് വെച്ചാൽ യാഗങ്ങളില്ല, ഹോമങ്ങളില്ല, ഭഗവാനെ ആരും സേവിക്കുന്നില്ല. അപ്പോൾ സങ്കടം കൊണ്ട് എന്തായി, ആരെന്തൊക്കെ ഇപ്പോൾ കൃഷി നടത്തൂലോ, വിത്ത് വിതയ്ക്കുമ്പോൾ ഈ വിത്തുകളൊന്നും മുളയ്ക്കാതെയായി. അതായത് നല്ല വിളവ് ലഭിക്കാതെയായി. അപ്പോൾ പിന്നെ എന്തായി, ക്ഷാമമായി, ഭക്ഷണം ഒന്നും കഴിക്കാൻ ആർക്കുമില്ല. അങ്ങനെയുള്ള ഒരു ദാരിദ്ര്യം പോലെയുള്ള, അതായത് അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ തകിടം മറിഞ്ഞു. ബുദ്ധിമുട്ടിലേക്കായി ജനങ്ങളുടെ ആ ഒരു രാജ്യത്തിൻ്റെ ഒരു പോക്ക്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ കാട്ടിലുള്ള മഹർഷിമാർ, അവർക്ക് അറിയില്ല കേട്ടോ ഇവിടെ യാഗം നിർത്തിയ കാര്യം. അവർക്ക് കുറച്ച് യാഗമൊക്കെ നടത്തണം. അപ്പോൾ അതിന് വേണ്ട സമ്മതത്തിനായിട്ട് രാജാവിനെ കാണാൻ വന്നു. രാജാവിനോട് സമ്മതം ചോദിച്ചു, ഞങ്ങൾ യാഗം തീരുമാനിച്ചിട്ടുണ്ട്, അതിനുള്ള ഒരു അനുവാദം ചോദിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, അതൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെയാണ് ആരാധിക്കേണ്ടത്, രാജാവിൻ്റെ ശരീരത്തിലാണ് എല്ലാ ദേവതകളും ഉള്ളത്, അപ്പം എന്നെയാണ് ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ വന്ന മഹർഷിമാരെ അധിക്ഷേപിച്ചു. ആ രീതിയിലാണ് സംസാരിച്ചത്. അപ്പം അതിലൊരാൾ ഇത് കേട്ടിട്ട് ഒന്ന് മൂളി, വെറുതെ ഒന്ന് മൂളുകയും ചെയ്തുള്ളൂ കേട്ടോ. അപ്പം തന്നെ ഈ വേനൻ, അതായത് രാജാവിൻ്റെ കഥ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞങ്ങോട്ട് വീണു എന്ന് വേണം പറയാനായിട്ട്. കാരണം ഈ മഹർഷിമാർക്ക് അവർക്ക് യാഗമൊക്കെ ചെയ്തിട്ട് മന്ത്രമൊക്കെ ജപിച്ചിട്ട് ആ ഒരു സാധന, അതായത് ആ സിദ്ധി വന്നിട്ടുണ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു മൂളൽ മാത്രം മതിയായിരുന്നു എല്ലാം കഴിയാനായിട്ട്. അങ്ങനെ രാജാവിൻ്റെ കഥ കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഇതിൻ്റെ അമ്മ, വേനൻ്റെ അമ്മ സുനിധി എന്നാണ് പേര്, ഈ മൃതശരീരം ഒരു എണ്ണത്തോണിയിലാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചു. കാരണം പിതാവ് ഒന്നും അടുത്തില്ലല്ലോ, അവരങ്ങനെ സൂക്ഷിച്ചു വെച്ചു. അപ്പോൾ രാജാവ് മരിച്ചപ്പോൾ പിന്നെയും പഴയ പോലെ അരാജകത്വം, അതായത് ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ, കള്ളന്മാർ കൊള്ളക്കാരൊക്കെ കൂടി ഭക്ഷണമൊന്നും കഴിക്കാനില്ല, ദാരിദ്ര്യമായി, അങ്ങനെയുള്ള ഒരു രാജ്യമായി. അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് പിന്നെയും ആ നേരത്തെ വന്ന ആ മഹർഷിമാരൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഒന്നും പറയാതെ, അവർ പിന്നെയും വന്നു. എന്നിട്ട് ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി കാണണമല്ലോ. ഈ രാജാവിന് മക്കളുണ്ടോ എന്ന് ചോദിച്ചു, പിന്നെയും രാജാവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കല്യാണം പോലും കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു, ഞാൻ ഈ ശരീരം ഇങ്ങനെ എണ്ണത്തോണിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് വേഗം കൊണ്ടുവരുമെന്നായി. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ശരീരം കടയാണ്, അതായത് മന്ത്രോച്ചാരണങ്ങളോട് കൂടിയിട്ടാണ്. അപ്പോൾ ആദ്യം കാലാണ് കടഞ്ഞെടുത്തത്. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്വരൂപം ഉണ്ടായി. അതായത് ഉയരമൊക്കെ കുറഞ്ഞിട്ട് നമ്മൾ ഈ കുറുകിയ ഒരു മനുഷ്യനായിരുന്നു, കറുപ്പ് നിറായിട്ട് ചെമ്പ മുടിയൊക്കെ ഇട്ട് മൂക്കൊക്കെ ഇങ്ങനെ പതിഞ്ഞിട്ട് ഒരു പ്രത്യേക രൂപത്തിലുള്ളത്. പറഞ്ഞു, ഇയാളെ കൊണ്ട് രാജ്യം ഭരിക്കാനായിട്ട് സാധിക്കും തോന്നുന്നില്ല, ഒരു കാര്യം ചെയ്യൂ, കാട്ടിലേക്ക് പൊക്കോളൂ, കാട് ഭരിച്ചോളൂ. അങ്ങനെ നിഷാദന്മാരെ ഉണ്ടാക്കി. അങ്ങനെ എടുത്തത് കൈയാണ് കളഞ്ഞത്. അത് നിന്ന് ഋതുമഹാരാജാവ് ഉണ്ടായി. ഋതുമഹാരാജാവും ആ പത്നിയും കൂടിയിട്ടാണ്, അർക്കിസ് എന്നാണ് പേര്, രണ്ടുപേരും കൂടെ ഉണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോൾ എല്ലാവരും സ്തുതിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്നെ അല്ലല്ലോ സ്തുതിക്കേണ്ടത്, ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സ്തുതിക്കുന്നവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾ സ്തുതിപാഠകന്മാരാണ്, ഞങ്ങളുടെ ജോലി ഇതാണ്, ഞങ്ങൾ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മഹർഷിമാർ പറഞ്ഞു, ധൈര്യമായിട്ട് സ്തുതിച്ചോളൂ, ഭഗവാന്റെ അവതാരമാണ്, അതുകൊണ്ട് സ്തുതിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഈ മഹാരാജാവിന് പൃഥുവാണ് ഉണ്ടായത്, രാജാവിനെ സ്തുതിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ രാജാവ് വിവാഹമൊക്കെ കഴിച്ചു, സന്തോഷമായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴും ഈ പ്രജകൾക്ക് ദാരിദ്ര്യമാണ്, കാരണം ഭക്ഷണമൊന്നുമില്ല, വിദേശത്ത് കാര്യമായിട്ടുള്ള വിളവൊന്നും കിട്ടുന്നില്ല. അങ്ങനെ പരാതിയായിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങൾ വിതയ്ക്കണമൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വിതയ്ക്കണമൊക്കെ ഉണ്ട്, പക്ഷേ വിളവൊന്നും ലഭിക്കണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിന് ദേഷ്യം വന്നിട്ട് അമ്പുവിലൊക്കെ എടുത്തിട്ട് ഭൂമിദേവിയുടെ അടുത്തേക്ക് പോകുകയാണ് ചോദിക്കാനായിട്ടേ. രാജാവിനാണെങ്കിലോ കുറേ പേര് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വരുണൻ വെൺകൊറ്റക്കുട കൊടുത്തു, അങ്ങനെ ഇന്ദ്രൻ കൊടുത്തു. ഭൂമിദേവി കൊടുത്തത് ചെരുപ്പായിരുന്നു, പാതുകം. അതിട്ടിട്ട് ചെരുപ്പ് ദിക്കിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അത് അവിടേക്ക് എത്തിക്കും, അങ്ങനെയുള്ളൊരു ചെരുപ്പാണ്. അപ്പോൾ ഈ ചെരുപ്പ് മഴിഞ്ഞിട്ടാണ് രാജാവ് ഭൂമിദേവിയുടെ അടുത്തേക്ക് പോകുന്നത് കേട്ടോ. ഭൂമിദേവി ആണെങ്കിലോ ആദ്യം ഓടുന്നുണ്ട്, ഒരു പശുവിൻ്റെ രൂപം സ്വീകരിച്ചിട്ടാണ് ഓടുന്നത്. അപ്പോൾ ഇങ്ങനെ ദേഷ്യത്തിൽ വരുന്നത് കണ്ടിട്ട്
പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ വിളവൊന്നും നൽകാത്തതെന്ന് ആദ്യം അന്വേഷിച്ചോ എന്ന് ചോദിച്ചു. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുക ചെയ്യുക, കാര്യം എന്താണെന്ന് പലരും അന്വേഷിക്കില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭൂമിദേവി പറഞ്ഞു, അതെ, ഇവിടെ അതായത് വേന രാജാവായിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് യാഗം നടത്തരുത്, ഹോമം നടത്തരുത്, ഭഗവാനെ സേവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാൻ ഇല്ലാത്തടത്ത് ഇതൊക്കെ എങ്ങനെ ഉണ്ടാകാനാ എന്ന് ചോദിച്ചു. അപ്പോഴാണ് രാജാവിന് മനസ്സിലായി വേനനൊപ്പിച്ച പണിയാണെന്ന് മനസ്സിലായത്. അപ്പം ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഭൂമിദേവി പറഞ്ഞു, ഞാൻ ഇപ്പോൾ പശുവായിട്ടല്ലേ നിൽക്കുന്നേ, ഈ പശുവിൻ്റെ പാല് കറന്നെടുക്കാം, അങ്ങനെ കറന്നെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കറന്നെടുക്കണമെങ്കിൽ കുട്ടി വേണം, കുട്ടി ഉണ്ടെങ്കിലല്ലേ പാല് ചുരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് പിന്നെ നടന്നത് കേട്ടോ. അതായത് ദേവന്മാരൊക്കെ ബൃഹസ്പതിനെ കുട്ടിയാക്കി കൊണ്ടുവന്നിട്ട് അമൃത് കറന്നെടുത്തു, ഈ പശുവിൻ്റെ അകിട്ടിൽ അമൃത് കറന്നെടുത്തു. പിന്നെ അസുരന്മാർ എന്ത് ചെയ്തു, പ്രഹ്ലാദനെ കുട്ടിയാക്കി കൊണ്ടുവന്നിട്ട് മദ്യം കറന്നെടുത്തു. അപ്പം മനുഷ്യർ അതേപോലെയുള്ളവർ സ്വയംഭുവ മനുവിനെ കുട്ടിയാക്കി കൊണ്ടുവന്നിട്ട് ധാന്യങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാതും ഔഷധികൾ എല്ലാം കറന്നെടുത്തു. അതായത് ഓരോരുത്തരും അവരവർക്ക് വേണ്ടത് എന്താണോ അവരവരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും കേമനായിട്ടുള്ള ആളെ കുട്ടിയാക്കി കൊണ്ടുവന്നിട്ട് അതെല്ലാം കറന്നെടുത്തു. അങ്ങനെ എല്ലാമായി, ഭക്ഷണത്തിന് വേണ്ടതായി, സമ്പത്ത് സൗഭാഗ്യങ്ങളൊക്കെ ആയി. അങ്ങനെ ആ രാജ്യം പിന്നെയും ആ ഒരു സാമ്പത്തികമായിട്ട് ഉയർന്ന രീതിയിൽ വന്നു. ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത് പൃഥു മഹാരാജാവാണെന്ന് പറയും. അങ്ങനെ നല്ല രീതിയിൽ തന്നെ പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ രാജ്യത്തിൻ്റെ സമ്പത്തും കൂടി, കരം പിരിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പോൾ ഈ സമ്പത്ത് സൗകര്യങ്ങളൊക്കെ കൂടുമ്പോൾ ജനങ്ങൾക്ക് സന്തോഷമായി, അവരൊന്നും ചോദിക്കാതെ തന്നെ രാജാവിന് കൊണ്ടുകൊടുക്കും. അങ്ങനെയുമായി. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു, ഈ സമ്പത്തൊക്കെ കൂടുന്തോറും യാഗങ്ങളും പിന്നെയും ചെയ്തു തുടങ്ങി കേട്ടോ. അതായത് അദ്ദേഹം അതിലൊന്നും മുടക്കം വരുത്തിയില്ല. പ്രജകളുടെ അടുത്ത് ഭഗവാനെ സേവിക്കാനായിട്ട് പറഞ്ഞു, ഹോമങ്ങൾ യാഗങ്ങളൊക്കെ നടത്താനായിട്ട് പറഞ്ഞു, ഭഗവാനെ ആരാധിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ കൂടുതൽ അവർക്ക് ഉണ്ടാകാനായിട്ട് തുടങ്ങി. രാജാവാകട്ടെ പിന്നെയും യാഗങ്ങൾ നടത്താനായിട്ട് തുടങ്ങി. അങ്ങനെ 100ാമത്തെ യാഗം നടത്താം. അങ്ങനെ നടത്തുമ്പോൾ ഒരാൾക്ക് കുറച്ചൊരു കുശുമ്പൊക്കെ വരുമല്ലോ, ദേവേന്ദ്രൻ എന്ത് ചെയ്തു, ഇത് മുടക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ആദ്യം അത്രി മഹർഷിയുടെ രൂപത്തിൽ വന്നു ദേവേന്ദ്രൻ. എന്നിട്ട് ഈ യാഗപശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോവുക. അപ്പോൾ അതൊരു പുകയായിട്ട് വരിക. അപ്പോൾ ആ പശുവിൻ്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശുവിനെ കാണില്ല, പുക മാറുന്ന സമയത്ത്. അങ്ങനെ വന്നു. പിന്നെ മഹാദേവന്റെ വേഷം കെട്ടി വന്നു. എന്നിട്ട് പശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി. അപ്പോഴൊക്കെയും ഈ ആളുകൾ കാണുമ്പോൾ അവർക്ക് സംശയം തോന്നാതിരിക്കില്ലല്ലോ, എപ്പോഴും പശുവിനെയാണ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് അത്രി മഹർഷി മഹാദേവനൊന്നും അല്ല, ഇത് ദേവേന്ദ്രനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ട് പൃഥു മഹാരാജാവിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ദേഷ്യം വന്നു പൃഥു മഹാരാജാവിനെ. അദ്ദേഹം അങ്ങോട്ട് എണീറ്റു. അപ്പോൾ പറഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു, അയ്യോ അങ്ങ് അവിടെ ഇരിക്കും, അങ്ങ് യജമാനനാണ്, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ദേവേന്ദ്രനെ ഹോമിക്കാനായിട്ട് തുടങ്ങി. ആ ശ്രുവ അങ്ങോട്ട് എടുത്തു. അപ്പോൾ ദേവേന്ദ്രൻ അവിടെ കസേരയടക്കം ഇളകിയിട്ടാണ് പോരുന്നത്. ഇരിക്കാൻ പറ്റില്ലല്ലോ, വേഗം ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വീഴാൻ നിൽക്കുക. അങ്ങനെ എന്തായി, പ്രശ്നം വഷളാവുന്നുള്ള രീതിയിൽ എത്തിയപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ മഹാവിഷ്ണു 8 കൈകളോട് കൂടിയിട്ട് ഗരുഡന് പുറത്താണ് പ്രത്യക്ഷപ്പെട്ടത് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, രാജാവ് ഇപ്പം എന്തിനാ ഈ യാഗമൊക്കെ നടത്തണേന്ന് ചോദിച്ചു. എന്താ അതിൻ്റെ ഉദ്ദേശം ചോദിച്ചപ്പോൾ പൃഥു മഹാരാജാവ് പറഞ്ഞു, യാഗശാലയിലാണ് പ്രത്യക്ഷപ്പെട്ടെ. അപ്പോൾ പറഞ്ഞു, എനിക്ക് യാഗം നടത്തണം നിർബന്ധമൊന്നുമില്ല, ഇവിടെ ഭക്ഷണമൊന്നുമില്ല, സമൃദ്ധിയൊന്നും ഇല്ലാത്തത് കൊണ്ട് യാഗം ഭൂമിദേവി തൃപ്തിപ്പെടുത്താനായിട്ട് ഭഗവാനെ സേവിക്കണം, അത്ര മാത്രമേ എനിക്കുള്ളൂ, അല്ലാതെ യാഗം നടത്തണമെന്നൊന്നും ഇല്ല എനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ യാഗം നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ തുടങ്ങിയില്ലേ, അതൊന്നും സാരല്ല, നിർത്തിക്കോളൂ, പകരം സത്സംഗങ്ങൾ ആരംഭിക്കാനായിട്ട് പറഞ്ഞു ഭഗവാന്റെ അടുത്ത്. അങ്ങനെ ഏകോന ശതകൃതു എന്നുള്ള ഒരു പേരും കൂടെ രാജാവിന് നൽകിയിട്ടോ ഭഗവാൻ. അപ്പോൾ പേരിനൊന്നും വേണ്ടിയിട്ടല്ല, ഭഗവാനെ സേവിക്കണമെന്ന് മാത്രമേ പൃഥു മഹാരാജാവിനുള്ളൂ. അപ്പോൾ സത്സംഗങ്ങളൊക്കെ തുടങ്ങാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ആഴ്ചയിൽ അങ്ങനെയൊക്കെയായിട്ട് സത്സംഗങ്ങൾ തുടങ്ങുമല്ലോ. അപ്പോൾ നാരദ മഹർഷി അങ്ങനെയുള്ളവരൊക്കെ വരാനായിട്ട് തുടങ്ങി. പിന്നെ സനകാദികൾ വന്നിട്ട് പൃഥു മഹാരാജാവിനെ ഉപദേശിച്ചു. അതിന് കുറേ കഥകൾ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ എല്ലായിടത്തും ഭഗവത് കഥകൾ പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ പോകുന്ന സമയത്ത് ഭഗവാൻ ഒരു വരം കൂടെ ചോദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാരാജാവിൻ്റെ അടുത്ത്. അപ്പോൾ വരമൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, വരം തന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്ത് വരാൻ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മഹാരാജാവ് പറഞ്ഞു, എന്നാൽ എനിക്ക് 10,000 ചെവികൾ വേണമെന്ന് പറഞ്ഞു. ചെവികളോ? ചെവികൾ. അപ്പോൾ അതെന്തിനാന്ന് ചോദിക്കൂലോ. അതായത് ഈ സത്സംഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഭഗവാനെ കുറിച്ചാണ് പറയുക, ഭഗവാന്റെ കഥകളാണ് പറയുക. അപ്പോൾ പല ദിക്കിലും പറയും. അപ്പം ഞാൻ ഉള്ളിടത്ത് മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ, പക്ഷെ എല്ലാ ദിക്കിലെയും കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 10,000 ചെവികൾ വേണമെന്നാണ് മഹാരാജാവ് പറഞ്ഞത്. അപ്പം അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ചെവികളൊക്കെ നൽകിയിട്ട് അനുഗ്രഹിച്ചു. അങ്ങനെ സത്സംഗങ്ങൾ ആ ഒരു രാജ്യത്ത് തുടർന്നുകൊണ്ട് പോകുകയാണ്. എല്ലായിടത്തേക്കും അത് എത്തി. ആ വാർത്ത എല്ലായിടത്തേക്ക് എത്തി. എല്ലാവരും ഭഗവാനെ സേവിക്കാനായിട്ട് തുടങ്ങി, സത്സംഗങ്ങളൊക്കെ നടത്താനായിട്ട് തുടങ്ങി, ഭഗവാന്റെ കഥകൾ, ഭഗവാനെ കുറിച്ച് പറയുക, ഭഗവാന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ആ ഒരു രാജ്യത്ത് സന്തോഷവും സമൃദ്ധിയും അതൊക്കെ ഇങ്ങനെ നിറഞ്ഞു.
രാജാവ് കുറേ കാലം രാജ്യം ഭരിച്ചു. പിന്നീട് മകനെ രാജാവാക്കി. എന്നിട്ട് രാജാവും രാജ്ഞിയായിട്ടുള്ള അർക്കീസും കൂടി കാട്ടിലേക്ക് പോകുകയാണ് തപസ് ചെയ്യാനായിട്ട്. കുറേ കാലം തപസ് ചെയ്തു. അങ്ങനെ രാജാവ് ജീവൻ വെടിഞ്ഞു. അത് മനസ്സിലാക്കിയിട്ടുള്ള അർക്കീസും ജീവൻ വെടിഞ്ഞ് രണ്ടുപേരും കൂടെ ഭഗവാന്റെ അടുത്തേക്ക് എത്തി എന്നാണ് കഥയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഋതുചരിതം പറയണത്. ഇതിൽ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഭഗവാന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ എല്ലാ സമ്പത്തും സമൃദ്ധിയും അനുഗ്രഹവും ഒക്കെ ഭഗവാൻ നൽകും എന്നാണ് പറയുന്നത്. ചിലർക്ക് ഇത്തിരി കാലതാമസം ഉണ്ടായിരിക്കും, എന്നാലും ഭഗവാൻ കൈവിടില്ല എന്നും കൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു കഥ കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അതിന് മുൻപ് നാമജപം പറയാം കേട്ടോ. ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ല. മിനിഞ്ഞാന്നത്തെ വീഡിയോയ്ക്ക് ചുവടെ വന്നിട്ടുള്ള നാമജപമാണ് എണ്ണിയിരിക്കുന്നത്. 1,59,863 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ നാമജപം എല്ലാവരും തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ. നിന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും പുതിയ അറിവുകളും കഥകളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.